ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്രയമാണ് ആശുപത്രികളിൽ വിവിധ യുവജന സന്നദ്ധ സംഘടനകൾ വിതരണം ചെയ്യുന്ന പൊതിച്ചോറ്. ആശുപത്രികളിലെ ഭക്ഷണ വിതരണം കമ്മ്യൂണിറ്റി കിച്ചൺ വഴിയാക്കുമെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. വിഷയത്തിൽ ഡിവൈഎഫ്ഐ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇക്കാര്യത്തിൽ യൂത്ത് കോൺഗ്രസ് അഭിപ്രായം എന്താണ് എന്ന് നോക്കാം. പൊതിച്ചോറ് വിതരണത്തിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ എല്ലായിടങ്ങളിലും ചർച്ച. കഴിഞ്ഞ കുറേ കാലങ്ങളായി തുടർന്നു പോരുന്ന ഒരു രീതി പെട്ടെന്ന് മാറ്റണോ എന്ന ചോദ്യമാണ് യൂത്ത് കോൺഗ്രസും ചോദിക്കുന്നത്. ആരോഗ്യമന്ത്രി തന്നെ പലതവണ ഈ സ്നേഹപ്പൊതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇവിടെ വരികയും സ്നേഹപ്പൊതി കൊടുക്കുകയും ചെയ്ത ഒരാളാണ്. ഇതിനെ നന്നായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. ഈ കമ്മ്യൂണിറ്റി കിച്ചൺ അടക്കമുള്ള പദ്ധതികളുമായി ആരോഗ്യവകുപ്പ് മുമ്പോട്ട് പോയാൽ നമ്മൾ പൂർണ്ണ പിന്തുണ കൊടുക്കും. ഇത് ഈ പൊതിച്ചോറ് കമ്മ്യൂണിറ്റി കിച്ചണിൽ കൈമാറുകയും അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നിലവിലെ ഒരു ധാരണ എന്ന് പറയുന്നത്. കൊടി വെച്ച് ഭക്ഷണ വിതരണം നടത്തുന്ന കാര്യത്തിലും യൂത്ത് കോൺഗ്രസിന് ചിലത് പറയാനുണ്ട്. അപ്പം കുറേ കാലങ്ങളായി നമ്മൾ സഹായിച്ചു വരുന്നതാണ്. അപ്പം ഇവരെ സഹായിക്കുന്നതിനപ്പുറം മറ്റു ലക്ഷ്യങ്ങളൊന്നും നമുക്കില്ല. അപ്പോൾ കൊടി എന്ന് പറയുന്നത് നമുക്കിപ്പം ആളുകൾ തിരക്കി വരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ പൊതിച്ചോറ് എവിടെയാണ് കൊടുക്കുന്നത് എന്ന് തിരക്കി വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. അത് രാഷ്ട്രീയ മുദ്രയാക്കിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയല്ല. പിന്നെ മഴ നനയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലൊരു ചെറിയൊരു ഷെഡ് പോലെ പൊതിച്ചോറ് ഇപ്പം മഴ വരികയാണെങ്കിൽ അത് നനയാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു ഇത് ചെയ്യുന്നത്. നമ്മളിതൊരു കയ്യേറ്റമൊന്നുമല്ല. തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്ററിൽ യൂത്ത് കോൺഗ്രസ് നാളുകളായി പൊതിച്ചോറ് വിതരണം നടത്തി വരുന്നുണ്ട്. ഇത് കോമ്പൗണ്ടിനുള്ളിൽ അനുവദിക്കില്ല എന്ന് സർക്കാർ നിലപാടെടുത്താൽ പുറത്തു വിതരണം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ നേമം ഷജീർ പറയുന്നത്. ഇവിടെ തടസ്സമൊന്നുമില്ല. ഇത്രയും ആളുകൾ വന്ന് മേടിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് കോമ്പൗണ്ടിനകത്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും പുറത്തു വെച്ച് കൊടുക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ടല്ലോ. പക്ഷെ അത്തരത്തിൽ ഇപ്പോൾ ഞാൻ ആരോഗ്യമന്ത്രി അങ്ങനെ ഇത് കൊടുക്കണ്ട എന്നുള്ളൊരു നിലപാടിലേക്കല്ല പോയത്. ആ ഒരു ഒറ്റപ്പെട്ട സംഭവത്തിൽ നടത്തിയ പ്രതികരണമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയധികം ആളുകളെ സഹായിക്കുന്ന രീതിയിലുള്ളൊരു പൊതിച്ചോറ് വിതരണം അത് ഗുണകരമാണ് എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന ആശയം ആരോഗ്യമന്ത്രിക്ക് വേഗത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് വ്യക്തം. യുവജന സംഘടനകളുമായി അടക്കം ഒരുപാട് ചർച്ചകൾ വേണ്ടിവരും. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അന്നം കഴിക്കുന്നവന് അത് എന്നും ലഭ്യമാകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് ഏത് രാഷ്ട്രീയമായാലും ഏത് മതമായാലും ജാതിയായാലും ഒക്കെ ഈ അന്നം കൊടുക്കുന്ന മനുഷ്യർക്കൊന്നും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം ഒരുക്കി നൽകുന്ന ഭക്ഷണമല്ല എന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു രാഷ്ട്രീയ ചായ്വുമില്ലാത്ത എത്ര സുമനസ്സുകളായ മനുഷ്യർ നൽകുന്ന പണം കൊണ്ടാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നത്. എത്രയോ മനുഷ്യർ കൈമാറുന്ന ഏതൊക്കെയോ അടുക്കളകളിൽ ഏതൊക്കെയോ അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണ പൊതികളാണ് ഈ മനുഷ്യരുടെയൊക്കെ കരങ്ങളിലേക്ക് എത്തുന്നത്. ചിലരൊക്കെ അതിൽ രഹസ്യമായി വല്ലതുമൊക്കെ പൊതിഞ്ഞ് സൂക്ഷിക്കാറുണ്ട്. അതായത് പണമോ മറ്റോ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന മനുഷ്യരുമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമത്തിൽ അത്തരത്തിലൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഒരു പ്ലാസ്റ്റിക് കവറിനുള്ളിലാക്കി ഒരു 100 രൂപ നോട്ട് കൂടി അതിനുള്ളിൽ സ്നേഹപൂർവ്വം വയ്ക്കുന്നു ഈ പൊതിക്കുള്ളിൽ എന്നത്. അത് കിട്ടുന്നയാളുടെ മാനസികാവസ്ഥയെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഭക്ഷണം അതാണ് അടിസ്ഥാനപരമായൊരു മനുഷ്യൻ്റെ ആവശ്യം. അത് ഒരു കാരണം പറഞ്ഞും തടസ്സപ്പെടുത്താതിരിക്കട്ടെ ആരും.